ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോജി ജോർജ്. ഞങ്ങൾ 2025 മൂന്നാമത്തെ ട്രിപ്പ് തേനെടുപ്പാണ് ഇത് ഇപ്പം സ്റ്റാർട്ടായിരിക്കുന്നത്. ഈ വർഷത്തെ തേനിൻ്റെ സീസൺ വളരെ മോശമായിട്ടുള്ളതായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. പല സ്ഥലങ്ങളിലും മഴ പെയ്തു. എൻ്റെ ഇവിടെ ഭീമനടിയിൽ മഴ പെയ്തിട്ടില്ലെങ്കിലും തേൻസിപ്പെട്ടിലെ തേൻ വളരെ കുറവാണ്. കാരണം ആദ്യത്തെ ട്രിപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കി, രണ്ടാമത്തേലൊന്ന് കുറച്ച് തേൻ കിട്ടി, മൂന്നാമത്തേൽ നല്ല രീതിയിൽ തേൻ കിട്ടുന്നതാണ്. പക്ഷേ രണ്ടാമത്തെ ട്രിപ്പ് കിട്ടിയതിനെക്കാട്ടിലും ഒരു കുറച്ച് അധികം തേൻ മാത്രമേ ഇതിനകത്തുള്ളൂ. കാലാവസ്ഥയുടെയാണ് എന്താണെന്ന് അറിയില്ല, തേൻസിപ്പെട്ടിയിൽ വളരെ തേൻ കുറവാണ്. അപ്പോൾ ഇന്നിപ്പം തേൻ കുറവാണെങ്കിലും നമ്മൾക്ക് ഇന്ന് ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് എൻ്റെ മകൻ SLCക്ക് ഫുൾ A+ കിട്ടിയതിൻ്റെ ഒരു വകയായിട്ട് നമ്മൾ സഹകരണ ക്ഷേമനിധിയുടെ ഒരു 10,000 രൂപ ഒരു ക്യാഷ് അവാർഡ് കിട്ടിയ ഒരു ദിവസമാണ് ഇന്ന്. അത് വാങ്ങി വന്നതിന് ശേഷമാണ് കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ രാമേന്ദ്രൻ കടന്നപ്പള്ളി രാമേന്ദ്രൻ, നിലവിലുള്ള പുരാവസ്തു വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിൽ നിന്നും നമുക്ക് അത് ഉദ്ഘാടനം ചെയ്ത് ആ പരിപാടിയിൽ വെച്ച് നമുക്കങ്ങനെ ഒരു ക്യാഷ് അവാർഡ് എൻ്റെ മകന് വാങ്ങാൻ പറ്റിയതിൽ വളരെ ഒരു സന്തോഷം ഉണ്ടായി. പക്ഷേ തേൻ്റെ സീസൺ ഈ വർഷം ഇനി വലിയ കാര്യമായിട്ട് തേൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇപ്പം ഞങ്ങൾ ഈ പെട്ടിയിലെ തേനിൻ്റെ ഒരു 5-6 പെട്ടിയിൽ ഇപ്പോൾ ഞങ്ങൾ എടുത്ത് നോക്കിയപ്പം വലിയ രീതിയിലുള്ള ഒരു വർധനമൊന്നുമില്ല. അപ്പം പല സ്ഥലത്തും മഴ പെയ്തതായിട്ട് നമുക്ക് ഒരു വിവരമുണ്ട്. അപ്പം ഈ വർഷത്തെ തേനിൻ്റെ ഒരു സീസൺ വളരെ മോശമായി പോയി. വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ അവാർഡ് സ്വീകരിക്കാൻ അവസരമുണ്ടാകുന്ന അധ്യാപകരൊക്കെ ആരോഗ്യകരമായ മത്സരബോധത്തോടുകൂടി പ്രവർത്തിച്ചാൽ അതിൻ്റെ ഗുണം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായി. നിങ്ങൾക്കെല്ലാം അറിയും, വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിൽ 1-ാം സ്ഥാനം കേരളത്തിൽ. ഷീന ടിപ്പിയുടെ മകൾ ദിയ രാജേഷ്, റെപ്കോയിലെ പി ജോജി ജോർജിന്റെ മകൻ ഡോൺ ജോർജി, തൂവേനി SCBയിലെ PV ഭാസ്കറിന്റെ മകൾ ദൃശ്യ KV, ആറളം ഫോം പബ്ലിക് എംപ്ലോയീസ് സംഘത്തിലെ ആശാ ജോസഫിന്റെ മകൻ